കേരളത്തിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാല അസുഖങ്ങളും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. കെട്ടിക്കിടന്ന വെള്ളം, മലിനജലങ്ങളെല്ലാം നല്ല ജലാശയങ്ങളെയും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പടരുന്ന അസുഖങ്ങളും മഴ പെയ്യുന്നതിനെ തുടർന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് കൊതുക് പടർത്തുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. നമുക്കറിയാം, മഞ്ഞപ്പിത്തം ഉണ്ട്, എലിപ്പനി, ഡെങ്കിപ്പനി, അതോടൊപ്പം ചില അസുഖങ്ങൾക്ക് അലേർട്ട്നെസ്സും കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലേറിയ, ഫ്ലൂ, അതായത് വൈറൽ ഡിസീസസ് ഉണ്ട്. അതോടൊപ്പം വയറിളക്കവും ഛർദിയും ഒക്കെ ആയിട്ടുള്ള സ്റ്റൊമക് ആബ്സെറ്റ്സും കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ബേസിക് ഫാക്ട്സ് ആണ് എല്ലാവരും നോക്കേണ്ടത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. എലിപ്പനി വല്ലാതെ പടരുന്നുണ്ട്. എങ്ങാനും കനാല് അല്ലെങ്കിൽ നമ്മൾ ഈ റബ്ബർ തോട്ടങ്ങൾ, കന്നാര പാടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ കാലിൽ മുറിവുകൾ എന്തെങ്കിലും ഉണ്ട്, മലിനമായിട്ടുള്ള ജലത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രൊഫൈലാക്സിസ് ഉറപ്പായിട്ടും എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അസാധാരണമായിട്ടുള്ള ക്ഷീണം, തളർച്ച, വയറിളക്കം, ഛർദി, പനി, നമുക്ക് അസാധാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ വൈദ്യസഹായം തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈ കഴിയുന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. മലിനജലവുമായിട്ട് സമ്പർക്കപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. വീട്ടിൽ കൊതുകിനെ പടരാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളും, വെള്ളം കെട്ടി നിൽക്കാനുള്ള സകല സാഹചര്യങ്ങളും ഒഴിവാക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയും ചെയ്യുക.